ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, ബിസിനസ് ജിഹാദ്, ഫ്ലാറ്റിൽ വരെ ജിഹാദ് നടത്തിയിട്ടുണ്ട്. ആഹാരത്തിൽ നേരത്തെ ഉണ്ട്. ഈ ജിഹാദും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുതിയ ജിഹാദ് വന്നിരിക്കുന്നു, കോർപ്പറേറ്റ് ജിഹാദ്. അതായത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, മതം മാറ്റുക, ഇതൊക്കെയാണ്. നാസിക്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 9 FIR. അത് വളരെ മൂടി വെച്ച കാര്യമാണ്. ആരും അറിയാണ്ട് കേരളത്തിലെ ഒരു മീഡിയ ഇത് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്യുന്നത് നമ്മളായിരിക്കും എനിക്ക് തോന്നുന്നു, അല്ലേ? സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഞാൻ പറയുന്നത് ശരിക്കുള്ള ഒരു പേപ്പറുകളിലോ അല്ലെങ്കിൽ ചാനലുകളിലോ ഒന്നും ഇത് ഡിസ്കഷനിൽ വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വളരെ ഇതിനകത്ത് ആ പ്രതികളുടെ പേര് പറയുന്നുണ്ട്. 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. TCS, നാസിക്കിലെ TCSലെ BP ഓഫീസുമായി ബന്ധപ്പെട്ടാണ് 7 പേരെ അറസ്റ്റ് ചെയ്ത്. ആസിഫ് അൻസാരി, ഷാഫി ഷെയ്ഖ്, ഷാറൂഖ് ഖുറേഷി, റാസ മെമ്മൺ, തൗസീഫ് അത്താർ, ഡാനിഷ് ഷെയ്ഖ് എന്നീ 6 ടീം ലീഡറെയും ഒരു വനിതാ HR ഉദ്യോഗസ്ഥ നിദ ഖാൻ നാസിക് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജീവനക്കാരെ ലൈംഗികമായി ചൂഷണം ചെയ്യുക, നിർബന്ധിത പരിവർത്തനത്തിന് ശ്രമിക്കുക, മതപരമായ ചടങ്ങുകൾ ചെയ്യാൻ നിർബന്ധിക്കുക തുടങ്ങിയ അതീവ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ്. 9 FIRകൾ ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് 9 പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2022 മുതൽ 2026 വരെയുള്ള കാലയളവിലാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്നുള്ളത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് SIT രൂപീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച്. മഹാരാഷ്ട്രയിലായതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. കേരളത്തിലാണെങ്കിൽ നടക്കുമോ? ഉടനെ പുച്ഛിച്ചു തള്ളി. ലവ് ജിഹാദോ? ഇവിടെ ഒന്നുമില്ല, അനശ്വരമായ പ്രേമം എന്ന് പറയും. പ്രിയ, ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മാന്യ വ്യക്തി പറയുകയാണ്, ഞങ്ങളുടെ പെൺകുട്ടികൾ അവരുടെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ വീടുകളിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകും. ഹിന്ദുക്കളായ സുഹൃത്തുക്കളുടെ വീട്ടിൽ ഓണമോ അല്ലെങ്കിൽ വിഷുവോ ആഘോഷിക്കാൻ പറ്റും. പക്ഷെ ആ പെൺകുട്ടികൾ ഞങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് റമദാനോ അല്ലെങ്കിൽ ഈദിനോ വരികയാണെങ്കിൽ അവർ തട്ടം ധരിച്ച് വരുന്നില്ലല്ലോ. അതെന്തൊരു അനീതിയാണ്, അതെന്തൊരു ജാതി വെറിയാണ്. ഞങ്ങളുടെ വീടുകളിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ മതാചാര പ്രകാരം ഡ്രസ്സ് ചെയ്ത് വരുവാൻ എന്തുകൊണ്ട് ഈ പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല? അപ്പോൾ ഇവരുടെ പെൺകുട്ടികൾ ഈ തട്ടമിട്ട് നമ്മളുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ടല്ലോ. അവരുടെ വസ്ത്രവിധാനം അതാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുന്നു. അതുപോലെ നമ്മളുടെ വസ്ത്രവിധാനത്തിലല്ലേ നമ്മൾ അങ്ങോട്ടേക്ക് ചെല്ലേണ്ടത്. ഈ വരുന്ന തട്ടമിട്ട പെൺകുട്ടികൾ തട്ടം ഊരി വെച്ച് വീട്ടിൽ കയറും നമ്മൾ പറയുന്നില്ല. നമ്മളുടെ ആഘോഷ ചടങ്ങുകളിൽ തട്ടമില്ലാത്തവരാണ് എല്ലാവരും, നിങ്ങൾ തട്ടം ഊരി അവിടെ വെച്ചിട്ട് വരുമെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. നമ്മൾ കാണിക്കുന്ന ഓപ്പൺ മൈൻഡഡ്നെസ്സിനെ ഇവരും മുതലാക്കിയാണ് ചെയ്യുന്നത്, ഒരു ലാക്കായി കാണുകയാണ് ചെയ്യുന്നത്. നമ്മൾ വൾണറബിളാണ്, എന്തും നമ്മളുടെ മേത്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മളതൊക്കെ അനുസരിക്കും, ക്ഷമയോടെ കേട്ടിരിക്കും. ഇത് കൊച്ചി അല്ലെങ്കിൽ കേരളം അല്ല എന്നുള്ള കാര്യം ആ പൂനെയിലെ മനുഷ്യർ മനസ്സിലാക്കിയില്ല. ഇന്ത്യയുടെ എവിടെ പോയാലും അവർക്ക് എല്ലാവർക്കും തന്നെ അവരുടെ മതങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇവിടെ എന്താ നടക്കുന്നറിയാമോ പ്രിയൻ? ഇവിടെ നമ്മളുടെ കുട്ടികളെ നമ്മൾ ചെറുപ്പകാലം മുതൽ നമ്മളുടെ മതങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും പഠിപ്പിക്കുന്നില്ല. ഒരു രാജസ്ഥാൻകാരിയായ ഒരു സുഹൃത്ത് എനിക്കും ഡോക്ടറാണ്, ഒരു മലയാളിയെ കല്യാണം കഴിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി നിക്കിത എന്നാണ് പേര്. ആ കുട്ടി എന്നോട് പറയായിരുന്നു, ചേച്ചി അമ്പലത്തിൽ പോയിട്ട് അച്ഛനോടും അമ്മയും ചോദിച്ചു ആരെയൊക്കെ കണ്ടു, അവരുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം. അപ്പോൾ അവരോട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വന്നു, ജയച്ചേച്ചിയെ കണ്ടു, ഞങ്ങളൊന്നും ഇങ്ങനെ കാണിച്ചു. നമ്മളുടെ അമ്പലങ്ങളിൽ പോയി നമ്മൾ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നല്ലാണ്ട് നമ്മുടെ സുഹൃത്തുക്കളെ പോലും ഒന്ന് തലകൊണ്ട് അക്നോളജ് ചെയ്യുന്നില്ലാണ്ട് എന്തെന്ത് വിശേഷം, മോൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് സുഖമാണോ ഒന്നും ചോദിക്കുന്നില്ല. അവിടെയൊക്കെ ഇപ്പോൾ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ അമ്പലത്തിനോടനുബന്ധിച്ചൊരു വലിയ ഹാളുണ്ട്. അവിടെ സത്സംഗം അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ടുള്ള ഒരു പരിസ്ഥിതി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാം, പ്രിയൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കാം, എല്ലാവരെക്കുറിച്ചും എല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മൾ ഒറ്റപ്പെട്ട ഐലൻഡുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് കാണാനും മിണ്ടുവാനും സംസാരിക്കാനും കളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. കളിസ്ഥലങ്ങൾ പോലും ഇവർ ഒരുമിച്ച് ചേർന്ന് അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ളൊരു ഇടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പറയുന്നത്. പ്രിയൻ പറയുന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്കും അറിയാവുന്ന കാര്യമാണ്, കേരളത്തിൽ തന്നെ സംഭവിച്ച കാര്യമാണ്. കൂടെ പഠിച്ചിരുന്ന ഒരു മുസ്ലിം പയ്യൻ, ഒറ്റ മകളാണ് ഈ കുട്ടി, ഒരു വർമ്മ ഫാമിലിയിൽപ്പെട്ട കുട്ടിയാണ്. ആ കുട്ടിയെ അദ്ദേഹം ലവ് ജിഹാദ് എന്ന് പറയാൻ പാടില്ല, പ്രേമത്തിൽ കുടിക്കുമെന്ന് പറയാം, ഓക്കെ. എന്നിട്ട് ഇവർ പറഞ്ഞു, മോളെ ഒറ്റ മോളല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ശരിയെന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ മരിച്ച നിൻ്റെ കുട്ടികൾ വേണമല്ലോ കർമ്മങ്ങൾ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ കുട്ടി അതിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് അച്ഛനും അമ്മയും വിചാരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു എഴുതി വെച്ചിട്ട് ഈ കുട്ടി ഇദ്ദേഹത്തിനോടൊപ്പം പോകുന്നത്. പിന്നെ കാണുന്നത് ഇതെല്ലാം ഇട്ടിട്ട് വരുന്നു. പിന്നെ പറയുന്നു, എന്നെ ഇനി കാണണമെങ്കിൽ നിങ്ങളും മതം മാറണം. അപ്പം അതെന്ത് ജിഹാദാ? പേരൻസ് ജിഹാദോ?
അല്ലെ ഒന്ന് പ്രിയൻ ആലോചിച്ചു, നമുക്ക് അതിനൊരു വാക്കും കൂടെ കോയിൻ ചെയ്യണ്ടേ. ഒരു മകളെ മതം മാറ്റുക അല്ലെങ്കിൽ ജിഹാദിൽ കൊടുക്കുക, ലവ് ജിഹാദ് വഴി അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതോടൊപ്പം തന്നെ ആ കുടുംബത്തെയും കൺവേർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്. ശരിയാണോ? അപ്പം അതിന് നമ്മളിപ്പോൾ നേരത്തെ എന്തൊക്കെയോ പറഞ്ഞല്ലോ, ഭക്ഷ്യ ജിഹാദ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഒരു കാര്യം കൂടെ പറയും, നമ്മുടെ കളമശ്ശേരിയിൽ നടന്ന കാര്യമാണ് പ്രളയത്തിൻ്റെ സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കോവിഡ് ഉടനെ വന്നു. അപ്പോൾ കുറേ ഹിന്ദുക്കളുടെ കടകൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ പച്ചക്കറി വിൽപ്പന കടകളായിരുന്നു. ഇവർ വന്ന് അച്ചിങ്ങ പയറിന് 5 രൂപ, ബീൻസ് പയറിന് 2 രൂപ, ചേനയ്ക്ക് 3 രൂപ അങ്ങനെ വിൽപ്പന ആരംഭിച്ചു. ആ മറ്റേ ഹിന്ദുക്കളുടെ കടകളൊക്കെ ക്ലോസ് ചെയ്ത് പോകേണ്ടി വന്നു. കാരണം അവർക്ക് ആ വില മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാത്തിനും മാർക്കറ്റിനെക്കാട്ടിലും 1-2 രൂപ കൂട്ടി വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ആലുവ മാർക്കറ്റ് വരെ പോകാൻ പറ്റുമോ കളമശ്ശേരിയിൽ നിന്ന്? അപ്പോൾ കിട്ടുന്ന രൂപയ്ക്ക് ഇവർ മേടിക്കാൻ പോയി തുടങ്ങി. അതാണ് നേരത്തെ പ്രിയൻ പറഞ്ഞ ജിഹാദ്, മാർക്കറ്റുകളിൽ കാണുന്ന ജിഹാദ്. നമ്മളിപ്പോൾ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ലവ് ജിഹാദിലാണ്. പക്ഷേ നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയെയും നമ്മളുടെ ആവാസ വ്യവസ്ഥയെയും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ജിഹാദുകളെ കുറിച്ചാണ് അനുബന്ധമായിട്ട് പ്രിയൻ പറഞ്ഞത് അല്ലേ. അതിനെക്കുറിച്ചും നമുക്കൊരു ബോധമുണ്ടാവണം. അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സിൽ കിടക്കുന്ന പൈസ എങ്ങോട്ടേക്ക് പോകും? പ്രിയൻ അറിയാമോ, നമ്മളുടെ പൂർണ്ണത്രേശ അമ്പലത്തിന് ചുറ്റുമുള്ള കടകൾ മുഴുവനും ഹിന്ദുക്കളുടെ ായിരുന്നു. അത് മുഴുവനും ഇപ്പോൾ മറ്റ് ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാരെയാണ്. പക്ഷെ കടകളുടെ പേര് ഇപ്പോഴും ആ ഹിന്ദു പേരുകൾ തന്നെയാണ് നിൽക്കുന്നത്. ഗുരുവായൂരും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇവൻ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന നെയ്യ്, എണ്ണ, നമ്മൾ കഴിക്കുന്ന അപ്പം, അരവണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കോൺട്രാക്റ്റിലാണത് കൊടുക്കുന്നത്. ടെൻഡർ വെച്ച് ലോവസ്റ്റ് ടെൻഡറിന് കൊടുക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും അതെടുക്കാം. നമ്മൾ വളരെ വിശാല ഹിന്ദുക്കളാണ്. നമ്മൾക്ക് ആരെയും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഇൻവേഷൻസ് ഇന്ത്യയിലേക്ക് നടന്നിരിക്കുന്നത്. നമ്മളുടെ ദൈവങ്ങളുടെ എല്ലാവരുടെയും കയ്യിലൊരു ആയുധമുണ്ട്. ബാക്കി ഓരോ കമ്മ്യൂണിറ്റി, ഏത് കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിലും ആരുടെയും കയ്യിലും ഒരു ആയുധം ഏറുന്ന ദൈവമില്ല. നമ്മളുടെ ദൈവങ്ങളാണ് എല്ലാവരും, സ്ത്രീകളായ ദൈവങ്ങളുടെ പോലും കയ്യിൽ ആയുധങ്ങളുള്ളത്. പക്ഷേ എന്നാണ് നമ്മൾ നിശബ്ദരായി എല്ലാം സഹിക്കുവാനായും ക്ഷമിക്കുവാനും തല നീട്ടിക്കൊടുക്കുവാനും ഉള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടായതെന്ന് നമ്മൾ ആലോചിക്കണ്ടേ. നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ വളർത്തണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്കിവിടെ ആത്മാഭിമാനത്തോടെ ജീവിക്കണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആത്മാഭിമാനത്തോടെ ജീവിക്കണ്ടേ? ഒരു ജോലി കിട്ടണമെങ്കിൽ നാളെ അവർ പറയുമല്ലോ, തട്ടുവിടാതെ പെണ്ണുങ്ങളാരും, അന്യമതസ്ഥരായ പെണ്ണുങ്ങളാരും ഈ ഓഫീസിലേക്ക് കയറണ്ടെന്ന് വരികയാണെങ്കിൽ ജീവിക്കാൻ താൻ പഠിച്ചതല്ലേ, ജീവിക്കാൻ വേണ്ടി തട്ടമിടുവാൻ നമ്മുടെ പെൺകുട്ടികൾ നിർബന്ധിതരാവില്ലേ? അല്ലെങ്കിൽ അവർ ഒരു തട്ടല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാറ്റി വയ്ക്കാമല്ലോ എന്ന് വിചാരിക്കും. പിന്നൊരവസ്ഥ വരും, പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അത് തന്നെ ഇടാനായിട്ട് അവർ നിർബന്ധിതരാകും. വീടിനുള്ളിലും അതിടാൻ നിർബന്ധിതരാകും. അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളാണ് നമ്മളുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ തടയിടുവാനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നല്ല നട്ടെല്ലിന് ഉറപ്പുള്ള ആളുകൾ തന്നെയാണ് ഭരിക്കുന്നത്. ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ കാര്യം പറഞ്ഞു, SIT രൂപീകരിച്ചു. അദ്ദേഹം ഇനി അതിൽ മുകളിലേക്ക് പോകും. ഇനി ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾ ഈ മഹാരാഷ്ട്രയിൽ നടക്കില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. അതുപോലെ ശക്തമായി ഭരിക്കണം. എല്ലാവരും എന്തായാലും ഒരു ബഹുസ്വരതയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇനി നമുക്കിതൊന്നും മാറ്റാൻ പറ്റില്ല. മുസ്ലിങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ്, ക്രിസ്ത്യൻസും നമ്മുടെ സഹോദരങ്ങളാണ്, പാർസികളും ജൈനരും ബുദ്ധിസ്റ്റും എല്ലാം നമ്മുടെ സഹോദരന്മാർ തന്നെയാണ്. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം. പക്ഷേ നമ്മളുടെ സ്വൈര്യതയിലേക്കും സ്വച്ഛതയിലേക്കും ആരെങ്കിലും കയറി വരുവാണെങ്കിൽ നോ, വി വിൽ നോട്ട് ആക്സെപ്റ്റ് എന്ന് പറയാനുള്ള ഒരു ശക്തി നമ്മൾ കാണിക്കണം. നമ്മളുടെ കുട്ടികൾക്ക് നമ്മളത് പകർന്നു കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ നടന്നു, അത് ഒതുക്കി വെച്ചു. കേരളത്തിൽ നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോലെ എല്ലാം ഇരുന്ന് വായിക്കുന്ന കുറച്ച് പേരെങ്കിലും അറിഞ്ഞത്. ബാക്കി ആരറിഞ്ഞു? രാവിലെ മുതൽ വൈകുന്നേരം വരെ TV കാണുകയും പേപ്പർ വായിക്കുകയും ചെയ്യുന്ന പല സുഹൃത്തുക്കളും എനിക്കുണ്ട്. അവരോടൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു, അവരാരും ഇത് അറിഞ്ഞിട്ടില്ല. ഞാൻ എല്ലാവർക്കും ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയല്ല, നമ്മൾ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രതികരിക്കണം. അത് നമ്മുടെ നന്മയ്ക്കാണ്, നമ്മളുടേതാണ് ഞാൻ പറഞ്ഞത്, ഹിന്ദുക്കളുടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ താമസിക്കുന്ന എല്ലാവരും നന്മയ്ക്കാണോ നമ്മൾ ചിന്തിക്കണം. സ്കൂളിൽ പഠിക്കുന്നില്ലേ, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഭാരതം എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എല്ലാ ഭാരതീയരും സഹോദരന്മാരാണ് എന്ന വിചാരത്തോടെ ഹിന്ദുക്കൾ മാത്രം ജീവിച്ചാൽ പോരാ. നമ്മൾ ഹിന്ദു രാഷ്ട്രമാണെന്ന് ആ അർത്ഥത്തിൽ പറയുന്നില്ല അല്ലേ. ഹിന്ദുക്കളായിരുന്നു രാജ്യത്ത് കൂടുതലെന്നേ പറയുന്നുള്ളൂ. പക്ഷേ നമ്മളെ കൊണ്ട് നമ്മളുടെ ദൈവങ്ങൾ കയ്യിൽ ഏന്തിയ ആയുധങ്ങൾ ഏന്തുവാനായിട്ട് ഇവർ നിർബന്ധിതരാക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെല്ലരുത് എന്ന് നമുക്ക് പറയണം.
അറിയേണ്ടി വരും, അറിയാൻ നമ്മൾ നിർബന്ധിതരാകുകയാണ് അല്ലേ. നമ്മുടെ കുട്ടികൾക്കും സ്വൈര്യതയോടെ ജീവിക്കണം, അവർ പഠിച്ച ജോലിക്ക് അനുസൃതമായ ജോലി ചെയ്യുവാൻ അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടി വരും. അവിടെ പോക്കറ്റ്സ് ആവരുത്, മതപരിവർത്തനത്തിനുള്ള പോക്കറ്റ്സ് ആവരുത്, അവരെ ലവ് ജിഹാദിൽ കൊടുക്കാനുള്ള പോക്കറ്റ്സ് ആവരുത്, കൺവേർഷനുള്ള പോക്കറ്റ്സ് ആവരുത്. തിരിച്ച് അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു ആ മതത്തിൻ്റെ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം 5 മണി 6 മണിയുടെ ജോലി സമയം കഴിഞ്ഞാൽ ആ മതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സൗകര്യം കൂടെ ഈ ജോലി സ്ഥലങ്ങളിൽ ഉറപ്പാക്കണം എന്നാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇന്ത്യ ലൈവിൻ്റെ മറ്റൊരു ചാനലാണ് C4N. C4 എന്ന അക്കത്തിൽ പിന്നെ N. അപ്പോൾ C4N കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അതിൽ പ്രധാനമായിട്ടും രാഷ്ട്രീയ വിശകലനങ്ങളും പുതിയ വാർത്തകളും ഒക്കെ അപ്ഡേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിനെയും C4Nനെയും പിന്തുണയ്ക്കുക.